ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിലേ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. എല്ലാവരും എന്ന് പറയുന്നത് എല്ലാവരും ഓക്കെ ആണോ? ആണ് നമ്മുടെ ഇവിടുത്തെ ദേശീയ പക്ഷി. ആ ചെറുതായിട്ടൊരു ആക്സിഡന്റ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. എന്ത് ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും മന്തി ഇഷ്ടമാണോ? ആ കുട്ടിക്ക് മന്തി ഇഷ്ടമാണോ? നമുക്കെങ്കിൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഓക്കെ, മന്തി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. വീട്ടിലോട്ട് കയറി ഡോർ ലോക്ക് ചെയ്യണം. ഫസ്റ്റ് ഡോർ ലോക്ക് ചെയ്ത് അകത്തോട്ട് കയറി. ഇതാണേട്ടോ നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ നമ്മൾ മന്തി റെഡിയാക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കുരുമുളക് വേണം, പട്ട വേണം, ഗ്രാമ്പ് വേണം, ഏലക്ക വേണം, ഒരു ഡ്രൈ ലെമൺ വേണം, ബേ ലീഫ് വേണം, പിന്നെ സവോള വേണം, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സവോള, പിന്നെ ഒരു 4 മാഗി ക്യൂബ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മന്തിയുടെ ടേസ്റ്റ് കൂട്ടുന്ന സാധനം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടിച്ചെടുത്തിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരെണ്ണം നമ്മൾ തക്കാളി മാത്രം പീസായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം ബാക്കി 2 തക്കാളിയുടെ കൂടെ നമ്മൾ മാഗി ക്യൂബ് നമ്മളടുത്ത് എടുത്ത് വെച്ചിരുന്നില്ലേ, ആ മാഗി ക്യൂബും കൂടി ഇട്ടിട്ട് അതും തക്കാളിയും കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം അതിൻ്റെതായിട്ടൊരു മഞ്ഞ കളർ കാണുന്ന മാഗി ക്യൂബും കൂടി ഇട്ടടിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പിന്നെ അതിനുശേഷം നമ്മളൊരു നേരത്തെ എടുത്ത് വെച്ചിരുന്ന പട്ടയും ഗ്രാമ്പും ഏലക്കയും അത് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുരുമുളക് നേരത്തെ എടുത്തല്ലോ, കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഡ്രൈ ലെമണും 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് ഫുഡ് കളർ, കുഞ്ഞുങ്ങളുള്ളതൊക്കെ വീട്ടിൽ ഫുഡ് കളർ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ്. ഞാൻ പിന്നെ മന്തിക്ക് അത് ഫുഡ് കളർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊതുവേ മന്തി ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കാറുണ്ട്. ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ മാത്രം മതി. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ഓയിൽ വേണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇച്ചിരി വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന്, ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല കാരണം മാഗി ക്യൂബിനകത്ത് ഉപ്പുണ്ട് ഓൾറെഡി. ഉപ്പിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപ്പിടാം. ഞാനിപ്പോൾ ചോറിന് അത്യാവശ്യം നല്ല ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർക്കുന്നുള്ളൂ. മാഗി ക്യൂബിൻ്റെ ഉപ്പെല്ലാം മതിയല്ലോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫുള്ള് മസാല നന്നായിട്ട് പിടിക്കുന്നവരെ വരെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മന്തിയുടെ പകുതി പരിപാടി കഴിഞ്ഞു. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. റൈസ് നമ്മൾ കുതിരാനിട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 hours നമ്മൾ വെള്ളത്തിൽ ഇച്ചിരി നേരം കുതിർത്ത് വെച്ചേക്കണം. അതിനുശേഷം ചിക്കൻ നമ്മളൊരു 2 hours ചിക്കൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. ചിക്കൻ ഒരു 2 hours നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അവരെല്ലാവരും പുറത്ത് ഇരിക്കുക. നമ്മുടെ വലിയ ചെടികളൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ വലിയ ചെടികൾ. സ്ട്രോബെറി മരമുണ്ട്, മേടിച്ചതേ ഉള്ളൂ, കുറച്ചായിട്ടുള്ളൂ.
കുഴപ്പമില്ല. ആന്തൂറിയം ഈ ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല. വൈകിട്ട് എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇവിടെ കേട്ടോ. നമുക്ക് ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടാണ് എല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ മന്തി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മമ്മിയുണ്ട്, സിയ ഉണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, അമൃതയുണ്ട്. മന്തി കഴിക്കാൻ എല്ലാവരും ഇങ്ങനെ റെഡി ആയിരിക്കുക. മന്തിക്ക് വെയിറ്റിങ്ങിലാണ് എല്ലാവരും. പക്ഷെ മന്തി റെഡി ആയിട്ടില്ല, കുറച്ചുകൂടി സമയമുണ്ട്. നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം എന്നാണ്. നമുക്ക് ഇനി ഫുഡൊക്കെ ഞങ്ങളുടെ രാത്രി 7 മണിയുടെ വിശേഷങ്ങൾ ഇതാണ്. രാത്രി 7 മണിയായി നോക്കുക, സൂര്യൻ ആകാശം. നല്ല രസമായിട്ട് സ്കൈ കാണാൻ. ഞാനുണ്ട്, വാക്കുട്ടി മമ്മിയുണ്ട്. വാക്കുട്ടി ഒരു ഹായ് പറയൂ. അതാണ് നമ്മുടെ ഇവിടുത്തെ ദേശീയ പക്ഷി. നമ്മുടെ നാട്ടില് നമ്മൾ ഒരുപാട് കാക്കയെ കാണും, നമ്മളിവിടെ ഒരുപാട് സ്ത്രീകളെ കാണും. വാവ്, എന്തോ ചെയ്യുന്നുണ്ട്. മന്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാരും. നമുക്കിന്ന് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. എന്നിട്ട് ഇവിടെ ഇച്ചിരി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. എല്ലാരും എന്താ പറയുന്നത്? എല്ലാരും ഓക്കെ ആണോ? എന്തോ ഇരിക്കുന്ന കാര്യത്തെ പറ്റിയാ സംസാരിക്കുന്നത്. ഓ, ഈ കമ്പിയാണ് ഇപ്പൊ ഇവിടെ ചർച്ചാ വിഷയം. കമ്പി എങ്ങനെയോ മാറ്റാം. ചെറുതായിട്ടൊരു ആക്സിഡന്റ് സംഭവിച്ചു. വാക്കുട്ടി ഒന്ന് വീണ്. കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ പുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്കിനി ബാക്കി പരിപാടിയുണ്ട്. ഇവിടെ വെച്ചേക്കാണ്. ഇവിടെ റൈസ് ഉണ്ട്, ഇവിടെ ചിക്കൻ ഉണ്ട്, ഇവിടെ വെച്ചേക്കാണ്. നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കാം. നമ്മൾ നേരത്തെ അരി കുതിരാൻ വെച്ചായിരുന്നു, പക്ഷെ അതിനകത്ത് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. നമുക്ക് ഈ പാത്രം, ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ മന്തിക്കുള്ള അരി സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് 2 കറുകപ്പട്ട, 3 ഏലക്ക, 8 ഗ്രാമ്പു, ഒരു 10 കുരുമുളക്, ഇത്രയും സ്പൈസസ് നമ്മളിട്ട് ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വെള്ളം അരിക്ക് വേണ്ടുന്ന അത്രയും, ഞാനിപ്പോൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത്, അപ്പം അരിക്ക് വേണ്ടുന്ന അത്രയും ഉപ്പിട്ട് കൊടുക്കുക. ഒരു ഇച്ചിരി ഉപ്പ് മുന്നേ നിന്നാലും കുഴപ്പമില്ല, നമ്മൾ മന്തിക്ക് ഇച്ചിരി ഉപ്പ് വേണം. എന്നിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. നന്നായിട്ട് വെള്ളം തിളക്കട്ടെ. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് മന്തി വയ്ക്കണമെങ്കിൽ വലിയൊരു കുക്കർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു? ഒരു കുക്കർ ഓർഡർ ചെയ്ത് എല്ലാവർക്കും മന്തി കഴിക്കേണ്ട ആഗ്രഹം കൊണ്ട് ചേട്ടൻ ഒരു വലിയ, എല്ലാവർക്കും കൂടി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കുക്കർ ഉണ്ടാവും. ഇത് ആക്ച്വലി 10-ൻ്റെ കുക്കറാന്ന് തോന്നുന്നു. 10-ൻ്റെ കുക്കറാണ്, വലിയൊരു കുക്കർ. വെള്ളം ഇപ്പോൾ ഓൾമോസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരി അതിനകത്തോട്ടിടാം. അരി ഇടുമ്പം, അരി ഇട്ട് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കുക, അരി ഒരു 1/2 ഭാഗം മാത്രമേ വേവാവൂ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുക്കറിലല്ലേ മന്തി വയ്ക്കുന്നത്, അപ്പം നമ്മൾ പകുതി മാത്രമേ അരി വേവിക്കാവൂ. ബാക്കി നമ്മൾ കുക്കറിലിട്ട് ഒരു വിസിലും കൂടി കേൾപ്പിക്കുമ്പോഴാണ് നമ്മൾ അടിപൊളി മന്തി റെഡിയാകുന്നത്. നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ചിക്കൻ എല്ലാം ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ച്, ഇങ്ങോട്ട് വാ, ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ ചിക്കനെ ഒന്ന് ഒരു വിസില് വരുന്ന വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നല്ല വിശാലമായിട്ട് കിടന്ന് വേവും. നല്ല കളർഫുൾ ചിക്കൻ. എനിക്ക് കുക്കർ അടയ്ക്കാൻ അറിയത്തില്ല. സോറി, ഇതൊരു ടാസ്ക്കാണ് കുക്കർ അടയ്ക്കാൻ. എനിക്കത്ര യുറൈക്ക, നമ്മൾ വിജയിച്ചു. ഗ്യാസിലോട്ട് വയ്ക്കാം. ഒരു സൈഡിൽ നമ്മുടെ ചിക്കനും വേവുന്നുണ്ട്, ഒരു സൈഡിൽ നമ്മുടെ റൈസും വേവുന്നുണ്ട്. നമുക്കിത് വെന്തിട്ട് ബാക്കി കാണാം. ചെറുതായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇനി ഒരു 10 മിനിറ്റും കൂടി മതി. അപ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് വേവും. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ
അരി പയ്യെ നമുക്ക് കോരി ഇതിനകത്തോട്ട് മാറ്റാം. നമ്മളെപ്പോഴും എടുക്കുമ്പം ഗോൾഡൻ സെല്ല ബസ്മതി റൈസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. മന്തിക്ക് ഏറ്റവും ബെറ്റർ എന്നല്ല, മന്തിയുടെ റൈസ് എന്ന് പറയുന്നത് ഗോൾഡൻ സെല്ല ബസ്മതി റൈസ്. അതാണ് ടേസ്റ്റ്. വേറെ എന്ത് റൈസ് വെച്ച് ഉണ്ടാക്കിയിരുന്നാലും അത്ര ടേസ്റ്റ് വരത്തില്ല. പക്ഷെ നമ്മുടെ ഈ റൈസ് ആണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കണക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടിയ മന്തി നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ ആക്ച്വലി ഒരു മന്തി ഫാനാട്ടോ. ഞാൻ പുറത്തിറങ്ങിയ ഏത് ഫുഡ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും മന്തി വേണമെന്ന്. അതുകൊണ്ടിപ്പം ഞങ്ങളുടെ വീട്ടിൽ മക്കളെല്ലാവരും, അതായത് വാക്കുട്ടിയും സിയായും മൂക്കുട്ടനും എല്ലാം മന്തി ഫാൻസാണ്. ഞങ്ങൾ നാട്ടിലല്ലാത്തതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് മന്തി കഴിക്കാൻ കൊതി തോന്നുമ്പോൾ എല്ലാം ഞങ്ങൾ ഉണ്ടാക്കുക ചെയ്യുക. നാട്ടിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ, ഓർഡർ ചെയ്യുക, വരുത്തുക, കഴിക്കുക. പക്ഷേ ഇവിടെ നമുക്കത് പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കുന്ന കണക്ക്, പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന കണക്കായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കും. അങ്ങനെ നമ്മുടെ ചോറെല്ലാം നമ്മൾ കോരി മാറ്റി വെച്ച്, നമ്മൾ പകുതി മാത്രമേ ചോറ് വേവിച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരു അരി പോലും ഒട്ടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ കുക്കറിൽ ചിക്കൻ വെച്ചല്ലോ, അതിപ്പോൾ ഓൾമോസ്റ്റ് വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 വിസിലാവുന്നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിലാകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. എനിക്ക് കമ്പനി തരാൻ വേണ്ടി മൂക്കുട്ടനും വാവച്ചിയും കൂടി ഡാൻസ് കളിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്തു. 2 വിസിലേ വന്നോളൂ കേട്ടോ. 2 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ്റെ അകത്തുനിന്ന് ഒരു 3-4 സ്പൂൺ ചിക്കൻ്റെ ഗ്രേവി നമുക്കൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ വെന്ത വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ ഇപ്പോൾ വെന്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് ഒരു 4 സ്പൂൺ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനാട്ടോ. അപ്പം എല്ലായിടത്തും അതിൻ്റെ ചിക്കൻ്റെ ഫ്ലേവർ അപ്പോൾ എല്ലായിടത്തും സ്പ്രെഡാവും. നമ്മളൊരു 4 സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരി ഊറ്റി വെച്ചില്ലായിരുന്നോ, അത് കുറേശ്ശെ ആ ചിക്കനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ചോറിൻ്റെ ചൂട് പോകാതെ ചൂടോട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പകുതി ചോറിടുക. ഇട്ടതിന് ശേഷം നമ്മളെല്ലായിടത്തും ചോറ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് എല്ലായിടത്തും നന്നായിട്ട് ചോറ് ഇളക്കി സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ബൗളിൽ മഞ്ഞൾപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഈ മഞ്ഞൾപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കളറും കിട്ടും, ടേസ്റ്റും വരും. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെയും അതിന് ശേഷം അത് ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, നന്നായിട്ടത് ഇതാവുന്നിടം വരെ. പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ചോറിട്ട് കൊടുക്കുക. ചോറ് നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഇതാവുന്നിടം വരെ, ചോറ് നന്നായിട്ട് ആവുന്നിടം വരെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെയും നമ്മൾ വീണ്ടും ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. അപ്പം അത്യാവശ്യത്തിന് നന്നായിട്ട് ഗ്രേവി പിടിക്കും ചോറിനകത്ത്, നല്ല ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് വരും. അതിനുശേഷം നമുക്ക് വീണ്ടും പച്ചമുളക്, അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് നല്ല വെന്ത പച്ചമുളക് കിട്ടത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു 5-6 പച്ചമുളക് ഇങ്ങനെ ചോറിനകത്തോട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു വിസിൽ കൂടുതൽ കേൾക്കാൻ പാടില്ല, ഒറ്റ വിസിലേ വരാവും. നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഒരൊറ്റ വിസിലും കൂടി കേൾപ്പിക്കുക. അങ്ങനെ കളഞ്ഞൂടാ, നമ്മളെല്ലാം കഴിക്കണ്ട.
വയറിന്റെ വലുപ്പം കൊണ്ട് കഴിക്കാനുള്ള ത്വര കൊണ്ട് നമ്മളത് രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് വേറെ ഇതിന്റെ ചോദിച്ചപ്പം അത് പിടിച്ച് തിരിച്ചു മമ്മി അത് പിടിച്ചോണ്ടേക്ക് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഹൈവ എന്തിനും വേണം. ആ ചോറുണ്ട്, ഒരു ചോറിൻ്റെ കൂടെ ഒട്ടിയിട്ട് പോലുമില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. കുക്കറിലാണെങ്കിലും കുഴഞ്ഞു പോകുന്ന ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് വേറൊരു പാത്രത്തേക്ക് തട്ടിയിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ വേറൊരു പാത്രത്തിലിട്ടാലേ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്താലേ കറക്റ്റ് മന്തി ആവും. അപ്പോൾ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. റൈസൊക്കെ കണ്ടോ ഒട്ടിട്ട് പോലെയില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി ഇവിടെ സെറ്റായി. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മൾ ഒരു കുപ്പിയും സെവനപ്പുണ്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളകുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. സൂപ്പർ സൂപ്പറാണോ? എങ്ങനെയുണ്ട് സിയ മന്തി എങ്ങനെയുണ്ട്? സൂപ്പറാണോ ആ കുട്ടി? മന്തി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഓക്കെ മങ്കുട്ടാ എങ്ങനെയുണ്ട് മന്തി? ഇഷ്ടായോ? കൊള്ളാവോ? ചിക്കനും കൊള്ളാവോ? എല്ലാവരും മന്തി ആസ്വദിച്ച് കഴിക്കുകയാണ്. സത്യം ഇത് ആസ്വദിച്ചല്ല, ഇത് മത്സരമാണ്.感觉一切都是爱，在你眼神里徘徊，不去想也不问，让心慢慢放开，感觉一切都是爱，像夜色静静下来，不去想也不管，这一刻刚刚好存在。一点一点转变，像潮汐慢慢涌来，我明明想要靠近，却又故作冷淡，放掉也没什么遗憾。